കുറ്റിപ്പുറത്തും തിരൂർക്ക് പോകുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചോറിൻ്റെയും മീനിൻ്റെയും മുന്നിലെത്തിയാൽ നമ്മൾ എങ്ങനെ അവിടെ കയറാതെ പോവുക? അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ കയറിയില്ല. നമ്മളൊരു അത്യാവശ്യ കാര്യത്തിന് തിരൂര് പോവുമായിരുന്നേ. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോഴും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഒരു 3 മണി ആ സമയത്ത് ഞാൻ തിരിച്ചു വന്നത്, അപ്പോഴും നല്ല തിരക്കന്നായിരുന്നു കേട്ടോ. ഒരു ദിവസം എന്തായാലും ഇങ്ങോട്ട് വരണം, ഞാൻ ഒരു അടിപൊളി വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ബസ്സിലിരുന്ന് അങ്ങോട്ടേക്ക് വെള്ളമിറക്കിങ്ങാണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പോയി. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ അമ്പാടിയിലൊന്ന് കയറി. അമ്പാടി അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അവിടെ കയറാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എൻ്റെ ഒരു മിത്രം അവിടെ ഇരിപ്പുണ്ട്. രണ്ടാമത്തെ കാരണം എൻ്റെ മോൻക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. കുറച്ച് ന്യൂസ് പ്രിൻറ്റും കുറച്ച് പെൻസിലൊക്കെ ഒരു ബോക്സ് കൊണ്ടുവന്ന പിന്നെ 2 ദിവസമേ ഉണ്ടാവുള്ളൂ. ഇവൻ തിന്നുകയാണോ അതോ എഴുതുകയാണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്, എൻ്റെ ഡിഗ്രി മേറ്റാണ്. ഈ പന്നിക്ക് അന്നും ഇന്നും ഒരു മാറ്റമില്ല. ഞാനൊക്കെ ചക്കപ്പോത്ത് പോലെ തടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ തള്ളിമറിക്കലൊക്കെ കഴിഞ്ഞ് 2 ഫോട്ടോ ഒക്കെ എടുത്ത് അവളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ബസ് സ്റ്റാൻഡിൽ പോയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ആ വൈകുന്നേര സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു ബസ്സേ ഉള്ളൂ. ആ സമയത്ത് നല്ല തിരക്കാവും. ആ സമയത്ത് ബസ്സിൽ സീറ്റ് കിട്ടുക എന്ന് വെച്ചാൽ നമുക്കൊരു കോടി ലോട്ടറി എടുക്കുന്നതിന് തുല്യമാണ്. ഏതാ ബസ്? നമ്മളെ കടകശ്ശേരിക്കുള്ള റൂട്ട്, വൈകുന്നേരത്തെ ബസ്. അപ്പോൾ അതേ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നപ്പോൾ നമ്മുടെ അമ്മായിയും മോളും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയും കുറച്ച് തള്ളിമറിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴാണ് ആലോചിച്ചത്, ഞാൻ ഇവിടെ ഇരുന്ന് തള്ളിമറിച്ചാൽ വെറും കൈയോടെ വീട്ടിൽ കയറി എൻ്റെ മക്കളെ എന്നെ ശരിക്കും തള്ളിമറിക്കുമെന്ന് ഞാൻ ആലോചിച്ചത്. ബസ് വന്നതും ചാടി കയറി എങ്ങനെയൊക്കെയോ ഒരു സീറ്റും കിട്ടിയിട്ടോ. ആ സീറ്റ് കിട്ടിയ സമയത്ത് ഉണ്ടാകുന്ന ഒരു ആഹ്ലാദവും ആനന്ദവും ഉണ്ടല്ലോ, എൻ്റെ പൊന്നു മക്കളെ പറഞ്ഞ് അറിയിക്കാൻ വയ്യ. പിന്നത്തെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ആ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരെ മുഖത്ത് നോക്കുമ്പോഴാണ്. സത്യം പറയണമെങ്കിൽ എണീറ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എണീറ്റ് ഞാനും അതിൽ പെടില്ലോ എന്ന് ചോദിച്ചാൽ അവിടെ തന്നെ ഇരുന്നപ്പോൾ തൽക്കാലം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൂട്ടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ടാറ്റാ.